ഈ രാഹുൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. ഒരു വ്യക്തി ഇപ്പൊ എന്റെയൊക്കെ നാട്ടിൽ കോൺഗ്രസ്സുകാരുണ്ട്, എന്റെ നാട്ടിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് ഞാനും. ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ രണ്ട് ഭാഗത്തുള്ള ആളുകളെയും വിളിച്ചിരുത്തും, എന്നിട്ടാണ് സംസാരിക്കുക. ഇപ്പം എൻ്റെയൊക്കെ നാട്ടിലെ പല കോൺഗ്രസ്സുകാരും ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ പാർട്ടിയിലല്ലെങ്കിൽ പോലും എൻ്റെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനൊക്കെ തന്നിട്ട് ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ലേ. രാഹുൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയില്ല. കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് എനിക്കറിയുള്ളൂ. നിങ്ങളെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തിലുള്ള അത്യാവശ്യം ലീഡിംഗ് പ്ലാറ്റ്ഫോമിലുള്ള പല ആളുകളും എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുകളെ എനിക്കുള്ളൂ. എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിന്റെ കാര്യം എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്കൊരു അനിയനുണ്ടായി, അനിയന് എങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അതിന് പ്രതികരിക്കാതിരിക്കുമോ? എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതാക്കാനോ സംസാരിക്കാനോ ഒക്കെ വേണ്ടി പലരും ഞാൻ ഇടപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ. എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അവർക്ക് ഞാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആ ഒരു സംഘർഷം നേരിടുന്നു. പിന്നെ നമ്മളിപ്പോൾ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ, ജീവിക്കണ്ടേ, മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടിലൊരു സഹോദരനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു, അബോർഷന് വിധേയാക്കി എന്ന് പറയുന്നു. ഇതെൻ്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല.